വരിയിലുള്ള അക്ഷരങ്ങൾ പഠിച്ചു. ഏതായിരുന്നു ആദ്യത്തെ വരിയിലുള്ളത്? ക, ഖ, ഗ, ഘ, ങ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ച എന്ന അക്ഷരമാണ്. അത് അടുത്ത വരിയിൽ തുടങ്ങുന്നതാണ്. ച എന്ന അക്ഷരമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. മക്കൾ ശ്രദ്ധിക്കുക, ച എന്ന അക്ഷരത്തിന് നിങ്ങൾ നിറം നൽകുക. കണ്ടോ? ഇപ്പോൾ ഇവിടെ നിറം നൽകുമ്പോൾ മക്കളുടെ മനസ്സിൽ ച എന്ന അക്ഷരം പതിഞ്ഞോളും. നമുക്ക് ച എന്ന അക്ഷരം ഉപയോഗിച്ച് നമ്മൾ ആദ്യം പഠിക്കുന്നത് ച, ചക്രം. ചക്രം പറയുമ്പോൾ ശ്രദ്ധിക്കുക. ച, ചക്രം. ചക്രം നമ്മുടെ വാഹനത്തിനൊക്കെ എന്താണ്? ചക്രം ഉണ്ടാവും അല്ലേ? ചക്രം എങ്ങനെയാ ഉരുട്ടുക ചെയ്യുക അല്ലേ? ഉരുണ്ട് പോവുക ചെയ്യുക. നമ്മുടെ വാഹനമൊക്കെ പോകുമ്പോൾ ചക്രം ഇങ്ങനെ ഉരുളും. അടുത്തതോ ച, ചക്ക. ച, ചക്രം. ച, ചക്ക. ച, ചട്ടി. ചട്ടി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ് ചട്ടി. നമ്മൾ ചട്ടിയിൽ എന്താണ് കറി വെക്കും. പിന്നെ അതുപോലെ മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന പാത്രം എന്താ? പൂച്ചട്ടി. കണ്ടില്ലേ മക്കൾ? പൂവൊക്കെ കുഴിച്ചിട്ടാൽ അത് മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ്. അപ്പോൾ അതായത് ചട്ടി എന്ന് പറഞ്ഞാൽ മക്കൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ചിത്രം നോക്കുക മക്കൾ. ചിത്രം നോക്കിയിട്ട് മക്കൾ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം എന്താണ്? ച, ചക്രം. ച, ചക്ക. ച, ചട്ടി. ച എന്ന അക്ഷരം ഉപയോഗിച്ച് നമ്മൾ നല്ലൊരു പാട്ട് പാടി നോക്കാം. ചങ്കരിപ്പിള്ളയ്ക്ക് മക്കളില്ലാഞ്ഞിട്ട് ചക്കക്കുരുവിനെ ദത്തെടുത്തു. ആർക്കാ മക്കളില്ലാഞ്ഞേ? ചങ്കരിപ്പിള്ളയ്ക്ക് മക്കളില്ലാഞ്ഞിട്ട് ചക്കക്കുരുവിനെ ദത്തെടുത്തു. അപ്പൊ ആര്? ചങ്കരിപ്പിള്ളയാണ് ചക്കക്കുരുവിനെയാണ് ദത്തെടുത്തത്. ചങ്കരിപ്പിള്ളയ്ക്ക് മക്കളുണ്ടായപ്പോൾ ചക്കക്കുരുവിനെ ചുട്ടു തിന്നു. ചങ്കരിപ്പിള്ളയ്ക്ക് മക്കൾ ഉണ്ടായപ്പോൾ എന്താ ചെയ്തത്? അയാള് ചക്കക്കുരുവിനെ ചുട്ടു തിന്നു. മക്കൾ എത്രയും മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഈ പാട്ട് നല്ല രീതിയിൽ പാടി കേൾപ്പിക്കുക. ചങ്കരിപ്പിള്ളയ്ക്ക് മക്കളില്ലാഞ്ഞിട്ട് ചക്കക്കുരുവിനെ ദത്തെടുത്തു. ചങ്കരിപ്പിള്ളയ്ക്ക് മക്കളുണ്ടായപ്പോൾ ചക്കക്കുരുവിനെ ചുട്ടു തിന്നു. മക്കളെ പാട്ട് പാടി കേൾപ്പിക്കുക. ബൈ.